ഓൾറെഡി വരാനുണ്ടായിരുന്ന ഇപ്പോൾ ക്യാൻസൽ ചെയ്യപ്പെട്ട അവഞ്ചേഴ്സ് കാങ് ഡൈനസ്റ്റി പറഞ്ഞ ആ പടത്തിൻ്റെ ഒരു ലീക്ഡ് സ്ക്രിപ്റ്റ് 2 പാർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എൻഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, അതായത് തുടക്കം മുതൽ തന്നെ ഇതിൻ്റെ ഒരു വില്ലനായിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഡോക്ടർ ഡൂം ആയിരുന്നെന്ന്. സോ ആ ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അതെങ്ങനെയാണ് പറയുന്നതിന് മുമ്പ് തന്നെ, അതായത് ഈ കാങ് ഡൈനസ്റ്റി ഓൾറെഡി അനൗൺസ് ചെയ്തിരുന്നു, അതിന് ശേഷമായിരുന്നു ഓൾറെഡി ഉണ്ടായിരുന്ന സീക്രട്ട് വാർസ് വരാൻ വേണ്ടി പോയത്. സോ ഈ കാങ് ഡൈനസ്റ്റിക്ക് ശേഷമുള്ള സീക്രട്ട് വാർസ്, അതായത് ഇപ്പോൾ വരാൻ പോകുന്ന ഡൂംസ്ഡേക്ക് ശേഷമുള്ള സീക്രട്ട് വാർസ് അല്ല, കാങ് ഡൈനസ്റ്റിക്ക് ശേഷമുള്ള സീക്രട്ട് വാർസ് എങ്ങനെ ആയിരിക്കും എന്നുള്ള ഓൾറെഡി ഒരു 1 ലൈൻ ആയിട്ടുള്ള ഒരു സിനോപ്സിസ് ലീക്കായിട്ടുണ്ടായിരുന്നു. അതാദ്യം നമുക്കൊന്ന് നോക്കാം. എങ്കിൽ മാത്രമേ ഇതിൽ നമ്മുടെ ഡോക്ടർ ഡൂം എങ്ങനെയാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ പറയുന്നതിന് മുമ്പ് തന്നെ ഒരു സ്പോയിലർ അലേർട്ടും കൂടി പറയാണ്. കാരണം ഇപ്പോൾ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഡൂംസ്ഡേയിൽ കാണാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഡൂംസ്ഡേയിലോ അതോ സീക്രട്ട് വാർസിലോ നടക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അങ്ങനെ എങ്ങാനും നടക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ ഒരു സ്പോയിലർ അലേർട്ട് പറഞ്ഞത്. അതായത് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് പോയി കാണണമെങ്കിൽ ഇതൊന്ന് സ്കിപ്പ് ചെയ്തേക്ക്. പിന്നെ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ ഈ കഥ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിന് മുമ്പുള്ള കാങ് ഡൈനസ്റ്റിയുടെ 2 പാർട്ട് കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം, എങ്കിൽ മാത്രമേ ഇത് ക്ലിയർ ആയിട്ടൊന്നും മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോവാം. ആ കാങ് ഡൈനസ്റ്റി എങ്ങനെയായിരിക്കും എൻഡ് ആയിട്ടുണ്ടാവുക, അതായത് ഓൾറെഡി നമ്മുടെ ബിയോണ്ടർ കാങ് പുള്ളിയുടെ ഇഷ്ടത്തിന് ആ നഷ്ട മൾട്ടിവേഴ്സിൽ നിന്ന് ഒരു പുതിയൊരു മൾട്ടിവേഴ്സ്, പുതിയൊരു യൂണിവേഴ്സ്, അതായത് ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഷാങ്ചിയുടെ ആ 10 റിങ്സും മെഗാബാൻസും ഒക്കെ യൂസ് ചെയ്തിട്ട്. പിന്നെ ഓൾറെഡി ആ ലൈഫ് റാഫ്റ്റിൽ കൂടെ രക്ഷപ്പെട്ട നമ്മുടെ ആങ്കർ ബീങ്സ് ആയിട്ടുള്ള കുറച്ച് സൂപ്പർ ഹീറോസും അതിനുള്ളിലുണ്ടാവും. അതായത് നമ്മുടെ മിസ് മാർവൽ, ടോം ഹോളണ്ട് സ്പൈഡർമാൻ, പിന്നെ നമ്മുടെ ഫെൻറ്റാസ്റ്റിക് ഫോർ, ഡെഡ് പൂൾ, വൂൾവറിൻ, നിക്കോളസ് കേജിൻ്റെ ഗോസ്റ്റ് റൈഡർ, ആൻഡ്രൂ ഗാർഫീൽഡ്, നമ്മുടെ ടോബി മേക്കറുടെ സ്പൈഡർമാനെ പോലെയുള്ള ക്യാരക്ടേഴ്സൊക്കെ. അങ്ങനെ ആ മൾട്ടിവേഴ്സ് നശിക്കുമ്പോൾ ഇവരെ രക്ഷിച്ചിട്ട് നമ്മുടെ ബിയോണ്ടർ കാങ് ആ മൾട്ടിവേഴ്സ്, പുതിയ ക്രിയേറ്റ് ചെയ്ത ആ യൂണിവേഴ്സിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും. ഇവരൊന്നും വെറുതെ കൊണ്ടുവരല്ല, ഇവരൊന്നും പുറത്ത് വന്ന് വീണ്ടും മൾട്ടിവേഴ്സിനെ റീസ്റ്റോർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെയൊക്കെ ജയിലിൽ ഒരു അടിമകളെ പോലെയാണ് നമ്മുടെ കാങ് വെച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആയിരിക്കും അത് എൻഡായിട്ടുണ്ടാവുക. അങ്ങനെ പുള്ളി ആഗ്രഹിച്ച പോലെ ബിയോണ്ടർ കാങ് പുള്ളിയുടെ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ അതെവിടെയാണ് എൻഡായത്, അവിടെ നിന്നാണ് ഈ സീക്രട്ട് വാർസിൻ്റെ കഥ തന്നെ സ്റ്റാർട്ടാവുന്നത്. ഇപ്പോൾ ബിയോണ്ടർ കാങ് ഉണ്ടാക്കിയ ഈ ബാറ്റിൽ വേൾഡിൽ നമ്മുടെ മൾട്ടിവേഴ്സിൽ നിന്ന് രക്ഷപ്പെട്ട ആ അവഞ്ചേഴ്സ് മാത്രമല്ലാതെ മൾട്ടിവേഴ്സിലെ പല ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ വേൾഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെർഷൻസ് ഓഫ് അവഞ്ചേഴ്സ് തന്നെ ഇപ്പോൾ ആ വേൾഡിൽ കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് പല വെർഷൻസ് ഓഫ് ഹീറോസും വില്ലൻസും ഒക്കെ ഒരൊറ്റ വേൾഡിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹീറോസ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് മൾട്ടിവേഴ്സിൽ പല വേരിയൻസ് ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക എടുക്കുക. ക്യാപ്റ്റൻ അമേരിക്കയ്ക്കാണെങ്കിൽ ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് വേരിയൻസ് ഉണ്ടാവും. അങ്ങനെ ആ വേരിയൻസിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും ഗ്രേറ്റസ്റ്റ്, അതായത് ആ മൾട്ടിവേഴ്സിൽ വെച്ചിട്ട് തന്നെ ആ വേരിയൻ്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഏതാണോ അതിനാണ് പ്രൈം എന്ന് പറയുക. അങ്ങനെ ഓരോ വെർഷൻസിനും ഓരോ പ്രൈം ഉണ്ടാവും. അങ്ങനെ അടങ്ങിയിട്ടുള്ള പ്രൈമായിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ വേൾഡിലുണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ സ്പൈഡർമാൻസിൻ്റെ ഒക്കെ പ്രൈം വേരിയൻറ്റ്, അതായത് ഗ്രേറ്റസ്റ്റ് ഓഫ് സ്പൈഡർമാൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ MCUലെ ടോം ഹോളണ്ട് സ്പൈഡർമാൻ. ഒട്ടുമിക്ക എല്ലാവർക്കും ടോബി മെഗ്വയർ, ആൻഡ്രൂ ഗാർഫീൽഡ് ഒക്കെ ആയിരിക്കും ഫേമസ് ആയിട്ടുള്ളതും ഇഷ്ടമുള്ളതും. പക്ഷേ MCUക്ക് ഏതാണോ നല്ലത് അവരതല്ലേ ചെയ്യുക. സോ ടോം ഹോളണ്ടാണ് പ്രൈം ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പല ഹീറോസിൻ്റെയും പല വില്ലൻസിൻ്റെയും പ്രൈം വേരിയൻസ് ഈ വേൾഡിലുണ്ട്. സോ അങ്ങനെയുള്ള ഈ പ്രൈം വേരിയൻസ് ഓഫ് ഹീറോസും വില്ലൻസും ഇപ്പോൾ നമ്മുടെ ബാക്കിയുള്ള രക്ഷപ്പെട്ടുള്ള അവഞ്ചേഴ്സും ഒക്കെ ചേർന്നിട്ട് എങ്ങനെ ഈ ബിയോണ്ടർ കാങ്ങിനെ ഡിഫീറ്റ് ചെയ്തിട്ട് ആ ബാംഗിൾസും 10 റിങ്സും ഒക്കെ കളക്ട് ചെയ്ത് വീണ്ടും ഈ മൾട്ടിവേഴ്സ് എങ്ങനെ റീസ്റ്റോർ ചെയ്യോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ഈ സീക്രട്ട് വാർസിൻ്റെ തന്നെ ഒരു 1 ലൈനർ. ഈ കാങ് ഡൈനസ്റ്റി കഴിഞ്ഞിട്ട് വരാനിരുന്ന ഈ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിൻ്റെ 1 ലൈനർ. പിന്നെ ഈ സീക്രട്ട് വാർസിൽ ഒരുപാട് ലീക്സ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരുപാട് ഹീറോസ് തിരിച്ചു വരുന്നു. മൾട്ടിവേഴ്സിലെ വേറെ വേരിയൻസ് ആയിട്ട് വരുന്നു. അതായത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ക്രിസ് ഇവൻസിൻ്റെ ഒരു വേരിയൻറ്റ് വരുന്നു. അത് ചിലപ്പോൾ ക്യാപ്റ്റൻ ഹൈദർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ലീക്സ് ഉണ്ടായിരുന്നു. പിന്നെ നട്ടാഷയുടെ നമ്മുടെ ബ്ലാക്ക് വിഡോയുടെ ഒരു വേരിയൻറ്റ്. പിന്നെ നമ്മുടെ അയൺമാൻ്റെ ഈവിൽ വെർഷനായിട്ടുള്ള സുപ്പീരിയർ അയൺമാനാണ് വരുന്നത്. പക്ഷേ ആ ക്യാരക്ടറായിട്ട് നമ്മുടെ RDG ആണോ അല്ലെങ്കിൽ ടോം ക്രൂസ് ആണോന്നൊന്നും കൺഫേം ആയിട്ടില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ആരോ വരുന്നുണ്ടെന്ന് ഒരു റൂമർ ഉണ്ടായിരുന്നു. സോ അയൺമാനായിട്ട് വരാൻ പോകുന്ന ആരാന്ന് അറിയില്ലെങ്കിലും സുപ്പീരിയർ അയൺമാനാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ അയൺമാൻ വേരിയൻസിൽ വെച്ചിട്ട് തന്നെ ഈ സുപ്പീരിയർ അയൺമാൻ ആയിരിക്കണം ആ അവഞ്ചേഴ്സിൽ തന്നെ അയൺമാൻ്റെ പ്രൈം വേരിയൻറ്റ്. അങ്ങനെ നമ്മുടെ അവഞ്ചേഴ്സ് എല്ലാവരും കൂടി ഒരു ഘട്ടത്തിൽ എങ്ങനെയൊക്കെയോ, പ്രത്യേകിച്ച് നമ്മുടെ സുപ്പീരിയർ അയൺമാൻ്റെ ഹെൽപ്പോട് കൂടി തന്നെ നമ്മുടെ ബിയോണ്ടർ കാങ്ങിനെ എങ്ങനെയൊക്കെ ഡിഫീറ്റ് ചെയ്യാണ്. പക്ഷേ അവിടെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആകുമ്പോഴേക്കും അവിടെ നമ്മുടെ സുപ്പീരിയർ അയൺമാൻ എന്ന് പറയുന്നത് തന്നെ ടോണി സ്റ്റാർക്ക്, അയൺമാൻ്റെ ഒരു ഈവിൽ വേരിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പുള്ളി എൻ്റെ ആകുമ്പോഴേക്കും നമ്മുടെ അവഞ്ചേഴ്സ് ആൻഡ് ബാക്കിയുള്ള ഹീറോസിനെയൊക്കെ ബിട്രേ ചെയ്യാണ്. അതായത് ആ മെഗാബാൻസ് ആൻഡ് 10 റിങ്സ് പുള്ളിയുടെ ആവശ്യത്തിനുള്ള പോലെ യൂസ് ചെയ്യാൻ തുടങ്ങാണ്. അപ്പോഴാണ് അവിടെ വേറൊരു കാര്യം റിവീൽ ആവുന്നത്. അതായത് നമ്മുടെ ഓരോ വെർഷൻസ് ഓഫ് സ്പൈഡർമാൻസിൽ നമ്മുടെ ടോം ഹോളണ്ട് പ്രൈം വെർഷൻ ആയിട്ടുള്ളതുപോലെ തന്നെ
മൾട്ടിവേഴ്സിൽ ഓരോ വെർഷൻസും പല പല ആൾക്കാർ ആങ്കർ ബീങ്സ് ആയിരിക്കും, നമ്മുടെ വുൾവറിനെയൊക്കെ പോലെ. അതേപോലെ തന്നെ ഈ ആങ്കർ ബീങ്സിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു ആങ്കർ ബീങ്, അതായത് മൾട്ടിവേഴ്സിൽ വെച്ചിട്ട് തന്നെ മുഖ്യമായിട്ടുള്ള ഒരു ആങ്കർ ബീങ് നമ്മുടെ ടോം ഹോളണ്ടാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മുടെ ഈ സുപ്പീരിയർ അയൺമാനും ടോം ഹോളൻ്റെ സ്പൈഡർമാൻ പ്രൈം സ്പൈഡർമാനും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നൊക്കെയാണ് ലീക്സ് ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഫൈറ്റിൽ എങ്ങനെയൊക്കെയോ നമ്മുടെ സ്പൈഡർമാനും ബാക്കി അവഞ്ചേഴ്സൊക്കെ ചേർന്നിട്ട് സുപ്പീരിയർ അയൺമാനെ ഡിഫീറ്റ് ചെയ്യാണ്. ഇത് ആദ്യമായിട്ടൊന്നല്ല, ഒറിജിനൽ കോമിക്സിലും ഇതേപോലെ തന്നെയാണ്. നമ്മുടെ സുപ്പീരിയർ അയൺമാൻ അവസാനം വയസ്സായിട്ടുള്ള ക്യാപ്റ്റൻ അമേരിക്ക വന്നിട്ടാണ് ഡിഫീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പുള്ളിനെ കൈവിട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം സീക്രട്ട് വാർസിനെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്ക് തോന്നുന്ന പോലെ ഓരോന്നും ചെയ്തിട്ട്. പക്ഷേ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, സ്പൈഡർമാൻ എങ്ങനെ അയൺമാനെ ഡിഫീറ്റ് ചെയ്തെന്നല്ലേ? അത് ഓൾറെഡി പവർഫുൾ ആയിട്ടുള്ള സുപ്പീരിയർ അയൺമാനും പിന്നെ ഇപ്പോൾ ഓൾറെഡി കയ്യിലുള്ള ആ 10 റിങ്സ് മെഗാബാൻസ് ഒക്കെ വെച്ചിട്ട് എങ്ങനെ വലിയ പവറൊന്നും ഇല്ലാത്ത ക്യാപ്റ്റൻ അമേരിക്ക നമ്മുടെ നോർമൽ അയൺമാനെ ഡിഫീറ്റ് ചെയ്തില്ലേ? പിന്നെ കഥ പോകണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഡിഫീറ്റ് ചെയ്യുന്ന പോലെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവുമായിരിക്കാം. ഇങ്ങനെ ആയിരിക്കാം കേട്ടോ, ലീക്സാണേ. അങ്ങനെ എല്ലാം തീർത്ത് ഒന്ന് ശാന്തമായ പിന്നെ നമ്മുടെ TV ആൻഡ് ബാക്കി അവഞ്ചേഴ്സ് എല്ലാവരും കൂടി കൂട്ടിച്ചേർന്ന് ഈ 10 റിങ്സ് ആൻഡ് മെഗാബാൻസ് ഒക്കെ വെച്ചിട്ട് വീണ്ടും ടൈം ലൈൻസ് ഒക്കെ റീക്രിയേറ്റ് ചെയ്ത് തുടങ്ങാണ്. അങ്ങനെ വീണ്ടും യൂണിവേഴ്സസ് ഒക്കെ ഫ്രീ ആയിട്ട് വീണ്ടും ഒന്നേന്ന് തുടങ്ങാണ്. അതായത് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഈ സീക്രട്ട് വാർസ് എന്ന് പറയുന്നത് മൊത്തം മൾട്ടിവേഴ്സ് സാഗയുടെ ഒരു എൻഡിങ് അല്ല, പുതിയ വരാൻ പോകുന്ന സാഗയുടെ ഒരു ബിഗിനിങ് ആണ് ശരിക്കും. അതായത് ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ഇപ്പോൾ നമ്മുടെ സീക്രട്ട് വാർസ് ഡൂംസ്ഡേ ഒക്കെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന റൂസോ ബ്രദേഴ്സ് തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ വരാൻ പോകുന്ന ഈ 2 പടങ്ങളും ഇതുവരെയുള്ള സാഗയുടെ എൻഡിങ് അല്ല, പുതിയൊരു ബിഗിനിങ് ആണെന്ന്. അതായത് ഇതുവരെയുള്ള മൊത്തം തീർത്തിട്ട് പുതിയൊരു സോഫ്റ്റ് റീബൂട്ടിലേക്ക് നമ്മുടെ MCU പോകാൻ വേണ്ടി പോവാണ്. അതിനാണ് ഇങ്ങനെ ഒരു സ്റ്റോറി തീർത്തിട്ട് പുതിയത് തുടങ്ങുന്നത്. അങ്ങനെ ആ ക്രിയേറ്റ് ചെയ്തപ്പെട്ട യൂണിവേഴ്സിൽ നമ്മുടെ അവഞ്ചേഴ്സ് മാത്രമല്ല, എക്സ്മെൻസ്, ഫാന്റാസ്റ്റിക് ഫോർ ഇവരൊക്കെ ഒരേ യൂണിവേഴ്സിലുള്ള പോലെ ആയിരിക്കും അത് തീർക്കാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെയായിരിക്കും സീക്രട്ട് വാർസ് എൻഡ് ആവാന്ന് പറഞ്ഞിട്ടാണ് മാക്സ് ബ്ലിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ പറഞ്ഞതൊക്കെ ഓക്കെ, ഇതിൽ എവിടെയാണ് ഡോക്ടർ ഡൂം ഉള്ളതെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? പറയാം. അലക്സ് പെറസ് എന്ന് പറയുന്ന ഒരു ഇൻസൈഡർ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ആയിരിക്കാം, അതായത് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്ന ആ കാങ് ഡൈനസ്റ്റിയുടെ സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് പുള്ളി ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അതായത് പുള്ളി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ആ കോൺസെപ്റ്റ് തന്നെ ഒരു പക്ഷേ വരാൻ ചാൻസ് ഉണ്ട് ഡൂംസ്ഡേയിൽ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഒരു സ്പോയിലർ അലേർട്ട് പറഞ്ഞത്. പുള്ളിയുടെ ലീക്സ് റിപ്പോർട്ട്സ് അനുസരിച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവഞ്ചേഴ്സ് എല്ലാവരും ഈ മൾട്ടിവേഴ്സ് ഒക്കെ റീസ്റ്റോർ ചെയ്ത് നമ്മുടെ അവഞ്ചേഴ്സ് ഗ്യാങ്ങിനൊക്കെ ഡിഫീറ്റ് ചെയ്തതിന് ശേഷം എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൾട്ടിവേഴ്സ് സാഗയുടെ എൻഡിൽ തന്നെ റിവീൽ ആവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാങ്, അതായത് ഈ ഹ്യൂമൻസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊന്നും യൂണിവേഴ്സിലല്ല ഈ മൾട്ടിവേഴ്സിലെ ഉണ്ടാവാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഈ യൂണിവേഴ്സിലല്ല മൾട്ടിവേഴ്സിൽ നിന്ന് തന്നെ ഒതുക്കി വെച്ചൊരു ക്യാരക്ടറാണ് നമ്മുടെ ഡോക്ടർ ഡൂം. അതായത് ഹ്യൂമൻസിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിനേക്കാളും വലിയൊരു ത്രെട്ടായിട്ട് പുള്ളിക്ക് പേടിയുള്ള ഒരാൾ ഡോക്ടർ ഡൂമാണ്. അതുകൊണ്ടാണ് ഈ മൾട്ടിവേഴ്സ് വിട്ടിട്ട് തന്നെ പുള്ളിനെ തുരത്തി വെച്ചിരിക്കുന്നത്. അതായത് തൻ്റെ വേരിയൻസിനെ വരെ എങ്ങനെയെങ്കിലുമൊക്കെ ഡീൽ ചെയ്യാം, പക്ഷേ ഇവനെ ഒരിക്കലും ഡീൽ ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് പുള്ളി ഇങ്ങനെ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓൾറെഡി, അതായത് ഡോക്ടർ ഡൂമാണ് ഇതിൽ മെയിൻ വില്ലെന്ന്. ചിലപ്പോൾ ഇങ്ങനെ ഒരു കാര്യമായിരിക്കും നമ്മൾ ഡൂംസ്ഡേയിലും കാണാൻ വേണ്ടി പോകുന്നത്. അതായത് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കാങ് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഈ കാങ്ങിൻ്റെ സ്റ്റോറി തീർത്തതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ കാങ്ങിനൊരു എൻഡ് വരുത്തതിന് ശേഷം മാത്രമേ ഡൂം എങ്ങനെ ഒരു ത്രെട്ടാവുമെന്ന് മൾട്ടിവേഴ്സ് സാഗയിൽ ഡൂംസ്ഡേയിൽ സീക്രട്ട് വാർസിലൊക്കെ കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഡൂമായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ ഈ ഹ്യൂമൻസിനെയോ അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള കാങ്സിനെയൊക്കെ ഡിഫീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും പുള്ളി ത്രെട്ടായി മാറുന്നത്. സോ ഇതുവരെ നമ്മുടെ ഈ കാങ്ങിൻ്റെ വേരിയൻസും ഹ്യൂമൻസൊക്കെ പുള്ളിനെ ഒതുക്കി വെച്ച പോലെയും ഹ്യൂമൻസ് മരിച്ചതിന് ശേഷം നമ്മുടെ ഡൂം പുറത്ത് വന്ന പോലെയും പുള്ളി വീണ്ടും ഈ മൾട്ടിവേഴ്സ് കോൺക്രീ ഇറങ്ങിയ പോലെയൊക്കെ ചിലപ്പോൾ കാണിക്കാം. അതായത് മൊത്തം മൾട്ടിവേഴ്സിനെ തന്നെ വിറപ്പിച്ച ക്യാരക്ടേഴ്സാണ് കാങ് ദ കോൺക്കറും പുള്ളിയുടെ ടീംസൊക്കെ, പുള്ളിയുടെ വേരിയൻസൊക്കെ. അങ്ങനെയുള്ള അവർ പോലും പേടിച്ച് ഒതുക്കി വെച്ചൊരു ക്യാരക്ടറാണ് ഡോക്ടർ ഡൂം. സോ പുള്ളിയുടെ ലെവലൊന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ ഈ അലക്സ് പെറസിൻ്റെ ഇൻസൈഡ് റിപ്പോർട്ടർ അനുസരിച്ചിട്ട് ഡോക്ടർ ഡൂം മാത്രമല്ല, ഡോക്ടർ ഡൂം ആൻഡ് അതേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അതേഴ്സ് എന്ന് പറയുന്നത് ആരാന്ന് അറിയില്ല, ചിലപ്പോൾ എക്സ്മെൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒമേഗ 11 മ്യൂട്ടൻസോ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഡോക്ടർ ഡൂമിൻ്റെ തന്നെ വേരിയൻസും ആയിരിക്കാം. പിന്നെ ഈ റിപ്പോർട്ട് അനുസരിച്ചിട്ട് വീണ്ടും പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹ്യൂമൻസും ബാക്കിയുള്ള കാങ്സൊക്കെ നശിപ്പിക്കപ്പെട്ടതുകൊണ്ട് തന്നെ നമ്മുടെ ഡോക്ടർ ഡൂം ഇപ്പോൾ പുള്ളീനെ ബാൻ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്ത് വരികയാണ്. അതായത് ഹ്യൂമൻസ് ആണല്ലോ പുള്ളീനെ ഇപ്പോൾ ഈ അവസ്ഥയിലാക്കി വെച്ചത്. പുള്ളി തന്നെ മരിച്ചതിന് ശേഷം ഓഫ് കോഴ്സ് പുള്ളി എന്തായാലും തിരിച്ചു വരുമല്ലോ. ഇപ്പോൾ എങ്ങനെയാണോ ഓടിനെ നമ്മുടെ ഹെല്ലിലേക്ക് ബാൻ ചെയ്തിട്ട് ഓടി മരിച്ചപ്പോൾ പുള്ളിക്കാരത്തി വന്ന പോലെ അതുപോലെ അങ്ങനെ ഓഫ് കോഴ്സ് മൾട്ടിവേഴ്സിലേക്ക് തിരിച്ചു വന്ന നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ ആട്ടം തുടങ്ങാൻ പോവാണ്. അതായത് അതിന് ശേഷം വേണ്ടി വരാൻ പോകുന്ന അടുത്ത സാഗയ്ക്ക് നമ്മുടെ ഡോക്ടർ ഡൂം ആയിരിക്കും മെയിനായിട്ടുള്ള ഒരു വില്ലനെ പോലെ പോർട്രേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയാണ് ഇത് എൻ്റെ ആവാണെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇതൊക്കെ നമുക്ക് നടക്കാൻ പോകുന്ന ചാൻസ് ഉള്ളത് എങ്ങനെയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാൻസൽ ചെയ്തിരിക്കുന്ന കാങ് ഡൈനസ്റ്റി വന്നിരുന്നെങ്കിൽ മാത്രമാണ്. ഇപ്പോൾ വരാൻ പോകുന്ന സ്റ്റോറി എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കണ്ടാലേ അറിയാൻ പറ്റൂ. പിന്നെ ഇതിൽ എന്തിനാണ് ഞാൻ ഇപ്പോൾ സ്പോയിലർ അലേർട്ടൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോറി ലൈൻ, അതായത് ഈ ഹ്യൂമൻസ് ആണ് നമ്മുടെ ഡോക്ടർ ഡൂമിനെ മൾട്ടിവേഴ്സിനെ വിട്ട് പുറത്താക്കി വെച്ചതെന്നൊക്കെ പറഞ്ഞതല്ലോ, ചിലപ്പോൾ ഡൂംസ്ഡേയിൽ നടക്കാൻ ചാൻസ് ഉണ്ട്.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കി സീരീസിൽ ഓൾറെഡി ഹ്യൂമൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ ലോക്കി മൾട്ടിവേഴ്സിൻ്റെ കൺട്രോൾ എടുത്തിട്ട് എല്ലാവർക്കും ഫ്രീ വില്ലും മൊത്തം പുള്ളിയുടെ കൺട്രോളായി കഴിഞ്ഞു. അതായത് ഹ്യൂമൻസേ ഇപ്പോൾ ഇല്ല, മൊത്തം കൺട്രോളും ഇപ്പം നമ്മുടെ ലോക്കിയുടെ കയ്യിലാണ്, അതും എല്ലാവർക്കും ഫ്രീ വില്ലുള്ള കൺട്രോളിങ്ങും. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഡോക്ടർ ഡൂമിനെ പുറത്താക്കിയത് ആരാണ്? ഹ്യൂമൻസ്. പുള്ളിയെ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ ഡൂമിന് അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. അങ്ങനെ നമ്മുടെ ലോക്കി കൺട്രോൾ വന്നതിന് ശേഷം ഡോക്ടർ ഡൂം ചിലപ്പോൾ ഫ്രീ ആയിട്ടുണ്ടാവും. അങ്ങനെ വീണ്ടും ഡോക്ടർ ഡൂം ഈ മൾട്ടിവേഴ്സിലേക്ക് എൻ്റർ ആയിട്ടുണ്ടാവും. അങ്ങനെ പുറത്ത് വന്നാൽ നമ്മുടെ ഡോക്ടർ റൂമിൽ ചിലപ്പോൾ ടി വിനെ തപ്പി പോയിട്ടുണ്ടാവും. എങ്ങനെയാടാ എൻ്റെ ഫ്രീ വില്ല് നിങ്ങൾ എടുക്കുക, നിങ്ങൾ എങ്ങനെയാടാ എന്നെ മാറ്റി വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും മൾട്ടിവേഴ്സിനെതിരെ ഈ ടി വിക്കെതിരെയൊക്കെ നമ്മുടെ ഡോക്ടർ ഡൂം ഇറങ്ങുന്ന പോലെയൊക്കെ കാണിക്കുക. ചിലപ്പോൾ അങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി ചിലപ്പോൾ ഡൂം സ്റ്റൈലും കാണിച്ചെന്ന് വരാം. സോ ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിരിക്കുന്ന ലീക്ഡ് തിയറീസും ചില ആർട്ടിക്കിൾസ് റിപ്പോർട്ടേഴ്സും ഇൻസൈഡേഴ്സിൻ്റെ റിപ്പോർട്ട്സൊക്കെ അനുസരിച്ചാണ്. പിന്നെ കുറച്ച് ഗസ്സുകളും. എങ്ങനെ നോക്കിയാലും നമ്മുടെ ഹ്യൂമൻസിനെ എങ്ങനെയെങ്കിലും ഡോക്ടർ റൂമിൽ ചിലപ്പോൾ തിരിച്ച് കൊണ്ടുവന്നേ പറ്റൂ. കാരണം ഡോക്ടർ റൂമിന് ഒരു എൻട്രിയോ പുള്ളിക്ക് എന്തായാലും ഒരു സ്റ്റോറി പറയണമല്ലോ. ചിലപ്പോൾ നമ്മുടെ ക്യാങ്ങിൻ്റെ വേരിയൻറ്റ് തീർത്തതിന് ശേഷം മാത്രമായിരിക്കും ഡോക്ടർ റൂം എൻട്രി ആവുന്നത് തന്നെ. സോ ക്യാങ്ങിന് എന്തായാലും കാണിച്ചേ പറ്റൂ. ഇപ്പം നമ്മുടെ ക്യാങ്ങായിട്ട് ജോണത്തൻ മേജേഴ്സ് വരുമോ, റീകാസ്റ്റ് ചെയ്യുമോ, ആരായിരിക്കും എന്നൊക്കെ കണ്ടു തന്നെ അറിയാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക.